ഹലോ. ദേ കുഞ്ഞാപ്പി രാവിലെ എണീറ്റ് അമ്മമ്മയുടെ കൂടെ നാമം ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ്. വിശേഷം എന്താ വെച്ചാൽ ഇന്നെൻ്റെ പിറന്നാളാണ്. അവിടുന്ന് നമ്മൾ പത്തിയൊരമ്പലത്തിലോട്ടാണ് പോണേ. അമ്പലത്തിലെത്തിയപ്പോഴേ കുഞ്ഞാപ്പി അച്ചയുടെ കൂടെ ഓട്ടായി. നടയ്ക്കുള്ളിൽ കയറാനായിട്ട് വാവയുടെ ഡ്രസ്സ് ഊരാൻ കുറേ പണിപ്പെട്ടു. ബട്ട് നടന്നില്ല. പിന്നെ ഞാനും കയറി തൊഴുതു. ആ സമയത്ത് എന്നെ കാണാത്തോണ്ട് കുഞ്ഞാപ്പി തപ്പി നടക്കുവാണേ. അങ്ങനെ പുറത്തൊക്കെ നടന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ആകെ കിളികളുടെ ഒച്ച. പിന്നെ ആകെ സംശയങ്ങളായി കുഞ്ഞാപ്പിക്ക്. കിളികളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ അവിടെയൊക്കെ നടന്ന് തൊഴുതു. അമ്പലങ്ങളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ്. ഏത് അമ്പലത്തിൽ പോയാലും ആൽത്തറയിൽ ഇത്തിരി നേരം ഇരിക്കുക എനിക്കൊരു ശീലമായിരുന്നു. കുഞ്ഞാപ്പി വരുന്നവരെ. ആളിപ്പോൾ ഫുൾ ഓട്ടാണെന്നേ. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ വക നല്ല സേമിയ പായസം, ഉച്ചയ്ക്ക് നല്ല കലക്കൻ ബിരിയാണി. കുഞ്ഞാപ്പി ഉച്ചമയക്കമായപ്പോഴേ നല്ല മഴക്കോളായി. പിന്നെ ഇടിച്ചു കുത്തിയ ഒരു അടിപൊളി മഴ. വെയിലും വെട്ടവും കണ്ടു കഴിഞ്ഞാൽ മഴയ്ക്ക് ശേഷമുള്ള വെയിലാണെന്ന് പറയൂ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്മ സന്ധ്യകൾക്ക് കൊളുത്തുന്ന നേരായേ. അതിനുശേഷം ഏട്ടൻ്റെ വക ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്. ഇതുപോലെ പപ്പയുടെ അമ്മയുടെയൊക്കെ കൂടെ ഒരു ബർത്ത്ഡേ. അത് കുറച്ചായി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കുഞ്ഞാപ്പിയുടെ ഫേവറേറ്റ് ആണ് കേക്ക്. അതിലെങ്ങനെ കൈയിട്ട് ഇളക്കാമെന്നായിരിക്കും കുഞ്ഞാപ്പി ആലോചിക്കുന്നുണ്ടാവുക. പിറന്നാളിന് എനിക്കങ്ങനെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമുള്ള ആളല്ല ഞാൻ. രാവിലെ അമ്പലത്തിലൊന്ന് പോകണം, പ്രിയപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടാവണം. എങ്കിലും ഏട്ടൻ്റെയും പപ്പയുടെയും അമ്മയുടെയും പതിവ് സമ്മാനങ്ങൾക്ക് മുടക്കം വരുത്തിയതുമില്ല. സോ ദാറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.